വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി ഗുരുവായൂർ പോവാണ് കേട്ടോ. നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് വേണ്ടി പോവാണ്. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വെക്കേഷൻ അല്ലേ, വ്യാഴാഴ്ച പോലും നാളെ പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ നമുക്ക് സ്റ്റേജ് ബുക്ക് ചെയ്യാനായിട്ട് മേൽപ്പത്തൂരാണെങ്കിലും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണെങ്കിലും ദേവസ്വം ഓഫീസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഓഫീസിലാണ് കേട്ടോ നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും മോർണിംഗ് 10 o'clock ബുക്കിംഗ്, എക്സെപ്റ്റ് സൺഡേ. ആൻഡ് സൺഡേയിലത്തെ ബുക്കിംഗ് എല്ലാം വരുന്നത് മൺഡേ ആണ്. അപ്പോൾ മൺഡേ വരുമ്പോൾ മൺഡേയിലും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 60 ദിവസം കഴിഞ്ഞാണ് നമുക്ക് സ്റ്റേജ് കിട്ടുന്നത് കേട്ടോ. അതായത് എനിക്ക് ജൂൺ 23rd സ്റ്റേജ് വേണ്ടത്. ഞാൻ പോയി ബുക്ക് ചെയ്തത് April 23rd. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് ജൂൺ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബുക്കിംഗ് ടൈമിൽ 9 o'clock ആണോ 10 o'clock ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 9 o'clock ആകുമ്പോഴേക്കും എത്തി. എന്നിട്ട് അവിടെ ഓഫീസിലൊക്കെ പോയി ചോദിച്ചപ്പോൾ അവർ 10 ആകുമ്പോഴേക്ക് എത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം രാമകൃഷ്ണയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പുറത്ത് നിന്നൊന്ന് തൊഴുതിട്ട് നേരെ ദേവസ്വം ഓഫീസിലേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി അവിടുത്തെ സ്റ്റേജ് ബുക്കിംഗ് പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് 6 o'clock തൊട്ട് 12 o'clock വരെയാണ് നമ്മുടെ ടൈമിംഗ് ഉള്ളത്. അതായത് സ്റ്റേജ് അവർ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത്. അതിൽ 1.5 മണിക്കൂറാണ് ഓരോ സ്ലോട്ട്സും. ഓരോ സ്ലോട്ട്സ് കഴിഞ്ഞാൽ 15 minutes ഗ്യാപ്പും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പിന് വന്നിട്ട് അറേഞ്ച് ആവാനുള്ള സമയം. ആൻഡ് 12 o'clock ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ സമയമൊക്കെ ജൂൺ സമയത്തേക്കാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ സ്റ്റുഡൻസ് ഒക്കെ പുറത്തുനിന്നുള്ളവരെല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്, കിട്ടാനൊക്കെ പാടാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കാര്യമാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ ഡീറ്റെയിൽസ് എനിക്ക് അത്ര അറിയില്ല, നമ്മൾ ഇതുവരെ അവിടെ പെർഫോം ചെയ്തിട്ടില്ല. സോ മേൽപ്പത്തൂർ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓഗസ്റ്റ് വരെ ഉള്ളൂ. ഓഗസ്റ്റ് കഴിഞ്ഞാൽ മാറും എന്നാണ് പറയണത്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള സ്ലോട്ട്സിൽ ഏത് ടൈമാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ, അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ആ ടൈമിങ്ങിൽ ഏതാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലോട്ട് ഇടും. ഇപ്പോൾ നമ്മളൊരു 10 പേര് കയറുകയാണെങ്കിൽ ഈ 10 പേരുടെ പേരിലും ലോട്ട് ഇടും. എന്നിട്ട് അതിൽ നമ്പർ 1 കിട്ടുന്നത് ആരാണോ ആൾക്കായിരിക്കും ആ പെർട്ടിക്കുലർ സ്ലോട്ട് കിട്ടുക. അതുപോലെ അടുത്ത സ്ലോട്ട്, അങ്ങനെ നമ്മളൊരു 4-5 സ്ലോട്ടിൽ കയറിയാലാണ് ഏതെങ്കിലുമൊക്കെ സ്ലോട്ടിൽ കിട്ടുക. നമുക്ക് ദൈവം സഹായിച്ച് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് നൈറ്റിലത്തെ 10:30 സ്ലോട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഫോട്ടോ കോപ്പി എടുത്തത്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ലെറ്റർ പാഡ്, അതിൽ ഫുൾ ഡീറ്റെയിൽസ് എഴുതി എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, പെർഫോമൻസ് എന്നാണ്, ടൈമിംഗ് എങ്ങനെയാണ്, അതെല്ലാം പറഞ്ഞ് എഴുതിയിരിക്കണം. ആൻഡ് എൻ്റെ ഒരു ആധാറിൻ്റെ കോപ്പി, പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ആൻഡ് നമ്മുടെ സ്റ്റേജ് ബുക്കിംഗ് എമൗണ്ട്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ അവർ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫോമാണ്. ആ ഫോം കൂടി ഫില്ല് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ ഒരു ഫോം തരും. ആ ഫോം നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്ന് നമ്മുടെ സ്ലോട്ടിനും ഹാഫ് ആൻ അവർ മുന്നേ അത് സബ്മിറ്റ് ചെയ്താലാണ് നമ്മുടെ സ്ലോട്ടിൻ്റെ ടൈമിങ്ങിൽ നമുക്ക് സ്റ്റേജിൽ കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെ അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും 2-3 പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് തൊഴാനായിട്ട് കയറാനായിട്ടോ വിചാരിച്ചത്. അപ്പോൾ വരണ വഴിക്ക് ദേവസ്വംകാർ സംഭാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സംഭാരം കുടിച്ചു, ഞാൻ കുടിച്ചില്ല. എനിക്കപ്പോൾ എന്തോ കുടിക്കാനായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൽ ശ്രീകോവിലിൽ കയറാതെ പുറത്തുനിന്ന് തൊഴാം എന്നാട്ടോ വിചാരിച്ചത്. കാരണം എനിക്ക് 5th month ആയിരുന്നു, പ്രഗ്നൻസിയുടെ 5th month ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം ടയേർഡായി. പിന്നെ ക്യൂ നിന്ന് കയറൽ അത്ര പോസിബിൾ അല്ല. പിന്നെ നമുക്ക് അറിയുന്നവർ ദേവസ്വത്തിലുണ്ട് കേട്ടോ. പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം അവരോട് പറഞ്ഞിട്ട് തൊഴാനൊക്കെ കയറാം. അല്ലെങ്കിൽ എനിക്ക് ക്യൂ നിന്ന് കയറാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ തൊഴുത് പ്രോഗ്രാമൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി റിലേറ്റീവ് അങ്കിള് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്കിൾ ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇല്ല, രാമകൃഷ്ണയിൽ നിന്ന് കഴിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്കിൾ ഞങ്ങളെ കൊണ്ടുപോയി ക്യൂ ഒന്നും നിൽക്കാതെ സുഖമായിട്ട് പ്രസാദമൊക്കെ കഴിച്ചു കേട്ടോ. അയ്യോ
അയ്യോ അത് അടച്ചോ. അപ്പം ഞാൻ ഈ അടച്ചു എന്ന് ചോദിച്ചിട്ട് വിഷമിച്ച് നിൽക്കുന്നത് നെസ്കഫെ ആണ് കേട്ടോ. അവിടുത്തെ കോൾഡ് കോഫിയുടെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കുടിക്കണം എന്നുണ്ടായിരുന്നു. രാവിലെ കുടിക്കാൻ തോന്നാത്തതുകൊണ്ട് കുടിക്കാഞ്ഞത്. അപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അത് ആഫ്റ്റർനൂൺ ഇല്ല കേട്ടോ. അങ്ങനെ കോൾഡ് കോഫി കുടിക്കാൻ പറ്റിയില്ല. പകരം ഞാൻ സംഭാരം കുടിച്ച് എന്താ പറയുക സമാധാനപ്പെട്ടു കേട്ടോ. ആൻഡ് ദെൻ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് പുളിയിലക്കര സെറ്റ് മുണ്ട് വേണമായിരുന്നു കേട്ടോ. നമുക്ക് ഈ 7th മന്തിലൊക്കെ സാരി സെറ്റ് മുണ്ടൊക്കെ എടുക്കണം എന്ന് പറയുമല്ലോ, വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പുളിയിലക്കര വാങ്ങാമെന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് പോരുകയാണ് കേട്ടോ. മധുരമുള്ള മാങ്ങ ഏതാ വാങ്ങ? അപ്പോൾ വരുന്ന വഴി നമ്മൾ കുന്നംകുളത്തുനിന്ന് നല്ല മാങ്ങ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മാങ്ങ വാങ്ങി. പക്ഷേ കാണാനുള്ള ഭംഗി ഉണ്ടായിരുന്നുള്ളൂ, അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ചപ്പൽ നോക്കണമായിരുന്നു കേട്ടോ. വീട്ടിലിടാനും പുറത്തിടുന്നൊക്കെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചപ്പൽ നോക്കി ഞങ്ങൾ ടയേർഡായിട്ടോ. കുന്നംകുളത്ത് ആക്ച്വലി ഒരുപാട് ഷോപ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് നല്ലത് നോക്കിയിട്ട് അങ്ങോട്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് വന്നു. നമ്മൾ കുന്നംകുളത്തുള്ള ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ബർഗർ സ്പേസ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ എനിക്കൊരു ബാങ്കിൾ നോക്കണമായിരുന്നു. അതായത് ഈ ബ്രേസ്ലെറ്റ് കം ബാങ്കിൾ ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ളത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കണമായിരുന്നു. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള റോയലിൽ പോയി കേട്ടോ. റോയലിൽ നിന്നാണ് നമ്മൾ കുന്നംകുളത്തു നിന്നാണെങ്കിൽ ഗോൾഡൊക്കെ വാങ്ങിക്കാറ്. സോ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങാനായിട്ടല്ല, അന്ന് ജസ്റ്റ് നോക്കാനായിട്ട്. പിന്നീട് ഒരു ദിവസം വന്ന് വാങ്ങാം എന്നുള്ള രീതിക്ക് കളക്ഷൻസും പിന്നെ എങ്ങനെയാണ് റേറ്റൊക്കെ വരിക എന്നുള്ളതും എത്ര ഗ്രാംസിലാണ് വരിക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ നോക്കിയ കളക്ഷൻസിൽ അവർ പണിയിപ്പിച്ചും തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് നോക്കിയതിൽ ഇത് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഞാനത് ഈ അടുത്ത് വാങ്ങിച്ചു. ഇതല്ല വാങ്ങിച്ചത്, വേറൊരു ഡിസൈനാണ് വാങ്ങിച്ചത്. അത് ഞാനിവിടെ ആഡ് ചെയ്യാം. കാണുന്നതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി 3 ഗ്രാംസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ ടൈപ്പ് ഓഫ് ബാംഗിൾസ്. നമ്മൾ വാങ്ങിച്ചത് 4 to 5 ഗ്രാംസിനുള്ളിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ. സോ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. ഞാൻ ആക്ച്വലി ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി സ്റ്റേജ് ബുക്കിങ്ങിനെയൊക്കെ കുറിച്ച് അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്ലോഡ് ചെയ്യണത്. സോ യാ, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.